ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൂടിനും അതുപോലെ നോമ്പിൻ്റെ ക്ഷീണവും എല്ലാം മാറാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, നെയ്യ് തന്നെയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10ഓളം വരുന്ന കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തതാണ്. അതുകൂടെ ഇട്ടിട്ട് ഈ കാഷ്നട്ട് ഇത് നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചുവന്ന് ഒരു ചെറിയൊരു കളറായാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൂത്ത് കറുത്ത് പോകരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പൂടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഒരു മീഡിയം വലുപ്പമുള്ള ക്യാരറ്റാണ്, ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു നെയ്യ് മാത്രം മതി. ഇതിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും വഴറ്റിയെടുക്കാം. നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ വഴറ്റിയാൽ മതി. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് അതൊന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇത് പുകഞ്ഞു വരാൻ നിൽക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയും കൂടി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തത്. നിങ്ങൾ വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ കുറേ സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് കുറച്ച് വെച്ചിട്ട് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇതൊന്ന് നമുക്ക് കുക്കാക്കി എടുക്കാം. ക്യാരറ്റ് ഇപ്പോൾ ഓൾറെഡി തന്നെ കുക്കായിട്ടുണ്ട്. നമ്മൾ വഴറ്റിയ സമയത്ത് തന്നെ നമ്മുടെ റവ ഒന്നും കൂടി കുക്കാവാനുണ്ട്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ റവയൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം റവ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം കട്ടിയില്ലാത്ത പാലാട്ടോ എടുത്തിട്ടുള്ളത്. ആ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ റവ എടുക്കുമ്പോൾ 1/2 ലിറ്റർ പാലാണ് കറക്റ്റ് പാകമാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തരിക്കഞ്ഞി റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ റെഡിയാക്കി നോക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. ഇപ്പോഴും ഏകദേശം 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇതിൻ്റെ മധുരം പാകത്തിനുള്ള മധുരമുണ്ട്. ഒരുപാട് മധുരത്തിൽ കുടിക്കുന്നതിലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഒരു ചെറിയ മധുരത്തിൽ കുടിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് മധുരം കുറച്ച് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസമൊക്കെ വരുത്താവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര മിൽക്ക് മെയ്ഡ് കയ്യിലില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കാം. ഇതിപ്പോൾ എല്ലാതും കുക്കായി വന്നിട്ടുണ്ട്. റവ ഓൾറെഡി നമ്മൾ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കാക്കിയപ്പോൾ തന്നെ 3/4 ഭാഗം കുക്കായി വന്നതാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കയ്യിലോട്ട് കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ്. നമുക്ക് കോരി കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തരിക്കഞ്ഞി റെഡിയാക്കിയിട്ടുള്ളത്. ക്യാരറ്റൊക്കെ ചേർത്തിട്ട് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും പിന്നെ ഒരല്പം 2 ചെറിയ ഉള്ളി എടുത്തിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇനി നിങ്ങൾ എടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇതിങ്ങനെ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ അല്പം ചൂട് പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ അത് ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പം നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണവും ചൂടിൻ്റെ ക്ഷീണവും ഒക്കെ മാറാൻ, വിശപ്പ് ദാഹവും ഒക്കെ മാറാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടും കഴിക്കാവുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ട് ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.